കുടുംബവാഴ്ചയാണ് ഇന്ന് ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നത്. ശശി തരൂരിന്റെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം മംഗളം ദിനപത്രത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനമായിരുന്നത്. ഇത്ര നിഷ്കളങ്കമായിട്ടാണോ ജനാധിപത്യത്തെ ശശി തരൂർ കാണുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസിനെ ഡയറക്റ്റ് കുത്തിയതാണോ അതോ ഇൻഡയറക്റ്റ് കുത്തിയതാണോ? അല്ല, ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കുടുംബവാഴ്ചയാണെന്ന് ശശി തരൂർ ഇൻഡയറക്റ്റ് ആയോ ഡയറക്റ്റ് ആയോ കുത്തിയതാണ്. ഈ പ്രശ്നങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങുന്നതല്ല. കൃത്യമായി പറഞ്ഞാൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളൊക്കെ നമുക്ക് കണ്ടതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നാണ് വിഷയം തുടങ്ങുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു താരപ്രഭയുള്ള പ്രവർത്തകരും അതേപോലെ നേതാക്കളും അവിടെ പോയി പ്രചരണം നടത്തി മണ്ഡലം PV അൻവറിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോഴും ശശി തരൂർ അവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ തന്നെ അസ്വസ്ഥത തുടങ്ങിയിരുന്നു. അതിനുശേഷം എന്തുണ്ടായി? ശശി തരൂരിൻ്റെ തന്നെ ഒരു പ്രൈവറ്റ് ഏജൻസി ശശി തരൂരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അർഹൻ എന്ന തരത്തിൽ ഒരു പോസ്റ്റൊക്കെ എക്സിൽ, അതായത് നമ്മുടെ ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നെ അതേപോലെ കൃത്യമായി പറഞ്ഞാൽ ശശി തരൂർ ഇടയ്ക്ക് വെച്ചിട്ട് ഇസ്രായേലിൻ്റെ MSc നൽകിയ വിരുന്നിൽ പങ്കെടുത്തു, സോണിയാഗാന്ധിയുടെ വാക്കുകൾക്ക് അത് വിരുന്നിൽ പങ്കെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നു. പിന്നെ എന്താണ്, ഈ ശശി തരൂരും BJPയിലേക്ക് പോകും എന്നൊരു ധ്വനി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ജഗ്ദീപ് ധങ്കർ, ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധങ്കർ രാജിവെപ്പിച്ചോ ആ ഒരു സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇപ്പോൾ BJPയിലേക്ക് പോയി ശശി തരൂർ വരുമെന്നുള്ള ഗോസിപ്പുകളും അതേപോലെ തന്നെ ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ പരന്നിരുന്നു. പക്ഷെ അവിടെ ഒറ്റ കാര്യം, ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുമ്പിട്ട് ശശി തരൂർ കാണിച്ചൊരു ഫൈറ്റ് ഉണ്ട് കോൺഗ്രസിൽ തന്നെ. എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ഇലക്ഷന് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിയിരുന്നു. എല്ലാ മാധ്യമങ്ങളും ചർച്ചാ വിഷയമാക്കിയാണ് ശശി തരൂരിനെ പരിഗണിക്കുന്നത്. അത് ഇലക്ഷനെ കോൺഗ്രസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു സ്റ്റേജ് വരെ പോയി. ഇപ്പോൾ വീണ്ടും അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വീണ്ടും ശശി തരൂർ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഇത് ശശി തരൂർ ഒരു കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ BJP ഏജന്റായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണ്. അല്ല, ഈ ശശി തരൂർ BJP ഏജന്റ് ആണോ എന്ന ചോദ്യത്തിന് പുള്ളിക്കാരൻ തന്നെ കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നു. എന്താണ് പുള്ളിക്കാരൻ ലക്ഷ്യം വെക്കുന്നത്? ഇനി മുഖ്യമന്ത്രി സ്ഥാനമാണോ എന്നുള്ള ചോദ്യമാണ്. അതിനുവേണ്ടി അത്തരത്തിൽ കരുക്കൾ നീക്കുകയാണോ? ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇപ്പോൾ MP-മാരെല്ലാം മത്സരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ 6 MP-മാർ മത്സരിക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത്തരത്തിൽ 6 MP-മാർ മത്സരിക്കില്ല. ഇപ്പോൾ ചിലർക്കൊക്കെ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, അതേപോലെ ഷാഫി പോലുള്ള സ്റ്റാർ നേതാക്കന്മാർക്ക് ഇളവ് കൊടുക്കുമ്പോൾ ശശി തരൂർ സ്റ്റാർ അല്ലെന്നല്ല, ആ പുള്ളിക്കാരൻ അത്തരത്തിലൊരു ക്ലെയിം തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനും അതുവഴി മുഖ്യമന്ത്രി എന്നൊരു ക്ലെയിം ഉന്നയിക്കാനും ഇപ്പോൾ കുറേ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണല്ലോ മാധ്യമ വാർത്തകൾ. VD സതീശനുണ്ട്, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, അതേപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അടൂർ പ്രകാശിൻ്റെ പേരുകൾ ഉയർന്നു വരുന്നു. അപ്പോൾ അത്തരത്തിൽ ക്ലെയിം വെക്കാൻ നടത്തുന്ന മുന്നോടിയായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്ന് ഇതിനെപ്പറ്റി കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ BJPയെ പ്രൈസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ശശി തരൂർ ജയിച്ചു വരാമെന്നുള്ളത് അത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ കോൺഗ്രസ് വെച്ചു ഉറപ്പിക്കില്ല. ഇപ്പോൾ കോൺഗ്രസ് അത്തരത്തിലൊരു സാധ്യത തന്നെ മുന്നോട്ട് വെച്ച് ആലോചിച്ച് നോക്കൂ. ശശി തരൂർ ഏത് ഘട്ടത്തിലാണ് ഇവിടെ നിന്ന് ജയിച്ചു കയറുക? കഴിഞ്ഞിട്ട് തന്നെ നമുക്കറിയാം, ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ ഒരു സ്വാധീനമില്ല. അവിടെ സിറ്റിംഗ് MP ആയിരുന്നു ശശി തരൂർ. മണ്ഡലത്തിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ കർണാടകയിൽ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് കേവലം 10,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. അപ്പോൾ ശശി തരൂരിൻ്റെ സാധ്യത തിരുവനന്തപുരത്ത് എത്രത്തോളം ഉള്ളതാണെന്ന് ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യം ചെയ്യൽക്ക് അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കാനുള്ളൊരു സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് കോൺഗ്രസിൽ തന്നെ മാറുകയില്ലേ? ഇപ്പം തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നേതാക്കന്മാർ അവിടെ നിലനിൽക്കുന്നൊരു സാഹചര്യം. അത് കൃത്യമായി പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ജംബോ കമ്മിറ്റി വന്നു ഇപ്പോൾ 58 ജനറൽ സെക്രട്ടറിമാർക്ക് കൃത്യമായ നേതൃപാഠവുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കോർ കമ്മിറ്റി വന്നു. കോർ കമ്മിറ്റിയിൽ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ, VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ, അതിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇവിടുത്തെ ഗ്രൂപ്പ് മാനേജർമാരെ എല്ലാം പ്രീണിപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്തു കാട്ടിയിട്ടുള്ള പ്രചരണങ്ങൾ വേണ്ട, തെറ്റായ സന്ദേശമല്ലേ ജനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം, ഇപ്പം നമ്മൾ തിരുവനന്തപുരം നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് കൃത്യമായിട്ട് ശബരിനാഥനെ ഉയർത്തി കാണിച്ച് ഇതായിരിക്കും ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എടുത്തു കാണിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ ഇപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല,
എന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ ആരെ നോക്കിയായിരിക്കും വോട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയാണ് അടുത്ത വരാൻ പോകുന്ന മുഖ്യമന്ത്രി. ആ ഒരു പ്ലേസ്മെന്റോടെയാണ് കോൺഗ്രസ് പോയത്. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത് എന്ന് ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായമാണ്. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി ഇവരെല്ലാം ഒന്നിച്ച് ചേർന്ന് വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ ഇപ്പുറത്തേക്ക് നോക്കൂ, ഇന്ന് കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ ആരാണുള്ളത്? ഒരുപാട് നേതാക്കന്മാരാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ അതൊരു തിരിച്ചടി ആകത്തില്ലേ കോൺഗ്രസിന്? കൃത്യമായി നോക്കൂ, അതായത് കോൺഗ്രസ് എല്ലാ കാലത്തും പല പല രീതിയിലുള്ള സ്ട്രാറ്റജികളാണ് പല സംസ്ഥാനങ്ങൾക്കും. കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിലും ഇടയിലാണ് നഷ്ടപ്പെട്ടത്. അവിടെ ഇത്തരത്തിൽ മുൻ നേതാക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. രാജസ്ഥാൻ നോക്കൂ, അതേപോലെ തന്നെ കർണാടക നോക്കൂ. കേരളത്തെ സംബന്ധിച്ച് എന്താണ് വിഷയം ഉണ്ടാകുന്നത്? ഈ മാധ്യമ വാർത്തകൾ അടിക്കടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വി ഗ്രൂപ്പ്, അതേപോലെ തന്നെ സതീശൻ പക്ഷം, ചെന്നിത്തല പക്ഷം ഇത്തരത്തിൽ അടി ഉണ്ടാക്കുകയാണ് എന്നുള്ള വാർത്തകൾ ഇവിടെ AICCക്ക് ബോധ്യമായി കഴിഞ്ഞു, ഹൈക്കമാൻഡിന് ബോധ്യമായി കഴിഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ഈ പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വരാനുള്ള സാധ്യതയെ മങ്ങൽ ഏൽപ്പിക്കുമോ എന്നുള്ള സംശയം ഹൈക്കമാൻഡിന് കൃത്യമായി ഉണ്ടായി. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഗ്രൂപ്പ് സാധ്യതകളൊന്നും തന്നെ ഇനി നടക്കില്ല. ഗ്രൂപ്പ് സാധ്യതകൾ നടക്കില്ല എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഉപേക്ഷിക്കണമെന്നല്ല, ഈ തമ്മിൽ പോര് ഒന്ന് അവസാനിപ്പിക്കൂ. ആത്യന്തികമായി നമുക്ക് വേണ്ടത് എന്താണ്? ഭരണം പിടിക്കണം. ഭരണം പിടിച്ചാൽ മാത്രമേ നമുക്ക് മുഖ്യമന്ത്രി ആരാണെന്ന്, ഭരണമുണ്ടെങ്കിലല്ലേ രാഹുൽ മുഖ്യമന്ത്രിയുള്ളൂ. അപ്പോൾ മല്ലികാർജ്ജുനൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും മാഡം സോണിയാഗാന്ധിക്കും എല്ലാവർക്കും തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. അതിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു? ഏറെ നാളായിട്ട് വിശ്രമത്തിലായിരുന്ന AK ആന്റണിയെ പോലുള്ളൊരു നേതാവിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു, കോർ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഇടയ്ക്ക് വെച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 വരെ കേരളത്തിലെ ഇലക്ഷൻ അജണ്ടകൾ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന വാക്കിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു പരിധി വരെ ഇപ്പോഴത്തെ നേതാക്കൾക്ക് സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഈ ഗ്രൂപ്പ് മാനേജ്മെന്റ്, ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ മുടിചൂടാമന്നനായിരുന്നല്ലോ AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ പക്ഷത്ത് രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിലും VD സതീശൻ ഗ്രൂപ്പുകൾക്ക് അതീതനാണെന്ന് പറയുന്നെങ്കിലും AK ആന്റണിക്ക് ഒരു പരിധിവരെ ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ അതിലൊരു സമവായമാക്കി കൊണ്ടുപോകാൻ കഴിയും. ഇന്നലത്തെ ചർച്ചയിൽ തന്നെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്. അതായത് പണ്ട് K കരുണാകരൻ്റെ കാലത്ത് അതിശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ആരും തയ്യാറല്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് ഒരു കോക്കസ് ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ചേരുന്നത് ഒരു ഗ്രൂപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചുകൾ വരുന്നു. ഇപ്പൊ A ഗ്രൂപ്പിൽ എന്ന് പറയാൻ പ്രബലനായ ഒരു നേതാവ് ആരും തന്നെ ഇല്ല. മറ്റൊരു കാര്യം ഉയർന്നു വരുന്നത്, അതായത് AK ആന്റണിയെ കൊണ്ടുവരുന്നത് KC വേണുഗോപാലിന് വഴിവെട്ടാനാണ്. ഹൈക്കമാൻഡിന് അത്തരത്തിലൊരു താല്പര്യങ്ങളുണ്ടെന്നുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ സജീവമായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടുന്നത് ചില ഘട്ടങ്ങളിൽ നല്ലത് തന്നെയാണ്. CPM അടുത്ത ഇലക്ഷന് അവർ കൃത്യമായുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തിക്കാട്ടുകൊണ്ട് അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിലായിരിക്കും നയിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം കോൺഗ്രസിന് കൃത്യമായിട്ട് ആക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതകളില്ലേ? ആ സാധ്യതകൾ എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രസിൽ ഇത്രയും MP-മാരുണ്ട്. ഈ MP സ്ഥാനത്തിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവര് തെരഞ്ഞെടുപ്പിൽ അവിടെ CPM അവിടെ ഉന്നയിക്കാൻ പോകുന്നത്. ഇവർ വീണ്ടും രാജിവെച്ച് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് അവർ വിജയിച്ചു. അങ്ങനെ വരുമ്പോൾ അതൊരു വിഷയമായിട്ട് മാറുകയില്ലേ? അല്ല, അത് കൃത്യമായി അതൊരു ദേശീയ തലത്തിലൊരു രാഷ്ട്രീയമുണ്ട്. ഈ ബീഹാർ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേന്ദ്ര ഭരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുണ്ടാകുന്ന 19ഓളം സീറ്റുകളിൽ നിന്നും ഈ 6 MP-മാർ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ കോട്ടം തട്ടും. ഏതെങ്കിലും കാരണവശാൽ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇന്ത്യ സഖ്യത്തിന് ഒരു ഭരണം പിടിക്കാൻ സാധ്യതയുള്ള, ഒരിക്കലും എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പൊതു വിലയിരുത്തലിൽ ഒരിക്കലും ഈ MP-മാരോട് രാജിവെക്കാൻ അല്ലെങ്കിൽ MP-മാരോട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഹുൽ ഗാന്ധി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്കകം നമുക്കറിയാം കേന്ദ്രത്തിലേക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്നൊരു സ്ട്രാറ്റജി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം രാഹുൽ ചോദിച്ചത് കൃത്യമാണ്. അതായത് MP ആവുന്നു, രാജിവെക്കുന്നു, നിയമസഭയിൽ മത്സരിക്കുന്നു, അവിടേക്ക് വേറൊരാളെ കൊണ്ടുവന്നു. അപ്പോൾ ഇതുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഭയങ്കര കൺജക്ഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സാഹചര്യം വേറെയാണ്. ഇനിയിപ്പോൾ
കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ നോക്കൂ, ഈ എം പി മത്സരം അവിടെ അത്രയും തന്നെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ ട്രെൻഡ് യു ഡി എഫിനൊപ്പമാണെങ്കിലും ട്രെൻഡ് ഒന്ന് മാറുകയാണെങ്കിൽ ആ സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ബി ജെ പിയുടെ വളർച്ച നമ്മൾ എടുത്തു കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിലാണ് ബി ജെ പി 1ാം സ്ഥാനത്ത് വന്നത്. അവരുടെ വളർച്ച കാണാതെ പോകരുത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വരുന്ന സംഘടനാ പട്ടിക അല്ലെങ്കിൽ തന്നെ സെക്രട്ടറിമാർ വരാനുണ്ട്, അതേപോലെ തന്നെ നിയമസഭയിൽ ആരൊക്കെ മത്സരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നേറുക.